അമ്മേ, ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയാ പരിപാടി? രാവിലെ അമ്പലത്തിൽ പോണം, പായസം കഴിപ്പിക്കണം, അത് വാങ്ങണം. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു കേക്ക് മുറിക്കലോ സദ്യയോ ആവാം. അതിൽ കൂടുതൽ എന്താ? ആഹാ, അപ്പൊ ഇവിടെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ടേ? അതൊന്നും വേണ്ട മോളിക്കുട്ടി, അത്ര ആഡംബരൊന്നും നമുക്ക് പറ്റില്ല. ഇതുവരെ കൃഷ്ണയുടെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിച്ചോ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാനും കൂടി ചേർന്നിട്ട് ആദ്യമായിട്ട് നടത്തുന്ന ഫംഗ്ഷനാ. അപ്പൊ അത് ഗംഭീരാക്കണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റോടെ വരുന്നതല്ലേ. അല്ല, കൊറേ നേരമായില്ലേ സ്പെഷ്യൽ ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അനിയൻ സാറാണോ വരുന്നേ? അല്ലമ്മേ, നവീനെ വിളിച്ചിട്ടുണ്ട്. നവീൻ വരും. കൊറേ നിർബന്ധിച്ചപ്പോഴാ സമ്മതിച്ചത്. അല്ല, നാളെ ബർത്ത്ഡേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നില്ല. ഇവിടെ തങ്ങാനാണ് നവീന്റെ പ്ലാൻ. ദേ മോളിക്കുട്ടി, മിണ്ടാതിരുന്നേ. അത് മതി അമ്മയ്ക്ക് നെഞ്ചുരുക്കാൻ. അവളെ വെറുതെ പറയുന്ന അമ്മേ, അനിയ സാറാ നാളെ വരുന്നേ. ഓ, മോളിക്കുട്ടി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചെന്നാണോ കരുതിയിരിക്കുന്നേ? പിന്നെ ആ മുഖത്ത് മിന്നി മറിയുന്ന ഭാവങ്ങളൊക്കെ ഞാൻ കണ്ടതാണേ. മോളെ, അനിയൻ സാർ ചടങ്ങിന് വന്ന് വെറുതെ പങ്കെടുക്കേ ഉള്ളോ അതോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കോ? അത് എന്ത് ചോദ്യമേ? അനിയ സാറ് വന്നാ ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടോ? ഭക്ഷണം കഴിപ്പിക്കണം. അയ്യോ, അതിപ്പോ ഇത്രയും വലിയൊരാളല്ലേ, എന്തൊക്കെയാ ഒരുക്കേണ്ടത്, എന്തൊക്കെയാ ഇഷ്ടപ്പെടുക എന്നൊക്കെ അറിയാതെ. അതിനു വേണ്ടി അമ്മ ഓടിച്ചാടി നടക്കൊന്നും വേണ്ട. അനിയ സാറിന് സാധാരണ ഭക്ഷണം ആയാലും ഇഷ്ടാ. അമ്മ ഒരു സദ്യ ഒരുക്കി പായസം വെച്ചാ മതി. എന്നിട്ട് ഇലയിട്ട് നമുക്കതിൽ വിളമ്പാം. പൂർണ്ണ തൃപ്തിയോടെ സാർ അത് കഴിച്ചോളും. ഇവരച്ഛനും മോളും അല്ലേ, അച്ഛന്റെ ഇഷ്ടങ്ങള് മോൾക്കറിയാതിരിക്കോ? നാളെ കുറച്ച് നേരത്തെ എണീക്കണം, എന്നിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം. അതിന് അമ്മ പേടിക്കൊന്നും വേണ്ട. ഞാനിപ്പ മുതല് ഓട്ടോ നിർത്തിവെച്ചിരിക്കുക. നാളെ ഓട്ടോയ്ക്ക് ഫുൾ റെസ്റ്റ്. പിന്നെ പാചകത്തിന്റെ കാര്യത്തിനൊക്കെ അമ്മയുടെ കൂടെ ഞാൻ നിന്നോളാം. പിന്നെ ബർത്ത്ഡേ കാര്യം നമുക്ക് വെറുതെ വിട്ടേക്കാം. അതൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. ഹലോ, നിന്നോടെ വെറുതെ ഇരിക്കാൻ പറഞ്ഞ വെറുതെ ഇരിക്കണം. വല്ലപ്പോഴും ഒരു ദിവസം കിട്ടുന്നതാടി, അത് വെറുതെ കളയണ്ട. അതെ, ഞാനും മോളിക്കുട്ടിയും കൂടി എന്താന്ന് വെച്ചാ ചെയ്തോളാം. നീ സാറ് വരുമ്പോ സാറിനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്താ മതി. അത് മുത്തശ്ശി ഞങ്ങളുടെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം നോക്കാൻ മാണിക്കുഞ്ഞുണ്ടല്ലോ. നാളെ പുലർച്ചെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരിടത്ത് പോകാനുണ്ട്. എവിടേക്ക്? നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക്, നാഗദൈവങ്ങളുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് തൊഴുതു പ്രാർത്ഥിക്ക്. വഴിപാടുകൾ നടത്തിയതിനു ശേഷം മാത്രമേ ആഘോഷങ്ങൾ നടത്താവൂന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ട്. കുടുംബക്ഷേത്രത്തിലെ നാഗങ്ങൾ ഇപ്പോഴും എന്നോട് പക സൂക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നത്? ശാവം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർക്കാനല്ലേ മോളെ ക്ഷേത്രത്തിൽ പോകുന്നത്. എനിക്ക് ഏറ്റവും പേടിയുള്ള ഇടം അത്. ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. നവീനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്, നിഷേധിക്കരുത്. പോയേ പറ്റൂ. നവീൻ, ഇത് ഒരുമാതിരി ടോർച്ചറിംഗ് ആണ്. ഇവിടെ നടക്കുന്ന നാഗത്തെ കുറിച്ചുള്ള കഥകൾ എന്താണെന്ന് തെളിഞ്ഞതല്ലേ? അത്തരം ആളുകൾ കാണിക്കുന്ന വെഡിത്തരത്തിന് ഞാൻ എന്തിനാ ഏതെങ്കിലും അമ്പലത്തിന്റെ മുന്നിൽ പോയി നിന്ന് തൊഴുന്നത്? എനിക്കിപ്പോ ഒരു നാഗത്തിനെ പേടിയില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ എവിടേക്കും ഞാൻ വരികയില്ല. എങ്കിൽ പിന്നെ ആഘോഷങ്ങളൊന്നും നടത്തണ്ടെന്ന് തീരുമാനിക്കേണ്ടിയും വരും. ഓ, മുത്തശ്ശി ഞാൻ പറഞ്ഞതിന് എന്നോട് പകരം വീട്ടാണോ? അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ പലർക്കും എന്നോട് പകരം വീട്ടലാണല്ലോ പ്രധാന ജോലി. നിർത്തുന്നുണ്ടോ താൻ? മുത്തശ്ശിയുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നോട് ആരാണോ സംസാരിക്കുന്നത് അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും നവീൻ. എനിക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നത് പേടിയാണ്. എന്നെ അതിന് ആരും നിർബന്ധിക്കണ്ട. എത്ര നിർബന്ധിച്ചാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നല്ലേ? എന്നിട്ടും ഞങ്ങൾ ഇങ്ങനെ നിശബ്ദരായിരിക്കുന്നത് ഇതൊരു കുടുംബം ആയതുകൊണ്ടാ. എന്ത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കിയാലും ഞാൻ പോവില്ലെന്ന് പറഞ്ഞാ പോവില്ല.
മുത്തശ്ശി, ഗാഥടുത്ത് എന്താ മുത്തശ്ശി പറഞ്ഞത്? ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഗാഥയ്ക്ക് എന്താ പ്രത്യേകിച്ച് അറിയാവുന്നത്? അത് ഞാൻ അവളുടെ വാശി കണ്ടപ്പോ പറഞ്ഞു പോയതാ മോനെ. നീ ചെല്ലേ. നവീനെ, എന്നോട് നിങ്ങൾ വാശി കാണിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നാഗദൈവങ്ങളോട് വാശിയൊന്നും വേണ്ട. അത് ഗാഥമോളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. മോളിക്കുട്ടി, നീ ഇതൊരു വലിയ ചടങ്ങാക്കി മാറ്റാണല്ലേ? ആ, നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇത് പൂർണ്ണമായിട്ട് എനിക്ക് വിട്ടു തന്നാ മതി, അമ്മയും മോളും. കൊള്ളാം കൊള്ളാം. ആ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ ബർത്ത്ഡേ അല്ലേ, കുറച്ചൊന്ന് കൊഴപ്പിക്കാം. ഇനി അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷമൊക്കെ നമുക്കിതിങ്ങനെ വളർത്തി വളർത്തി ഒരു ഗംഭീര സംഭവമാക്കാം. ഹാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവല്ലേ നടക്കാൻ പോകുന്നേ? ഒന്ന് പോടി പെണ്ണെ ഇവിടുന്ന്. ആ പിന്നെ ആ ബേക്കറിയിൽ വിളിച്ചിട്ട് കേക്ക് സമയത്ത് തന്നെ തരാൻ പറയണം. നമ്മുടെ സുരേന്ദ്രന്റെ ബേക്കറിയാണേ ഇത്തവണത്തെ പിറന്നാളിന് അടുത്ത തവണ കേക്ക് കൊടുത്തയച്ച ചരിത്രം ഉണ്ടേ. നമുക്കും കിട്ടുമോ പണി? ആ, എന്നാലേ സുരേന്ദ്രന്റെ കട ഞാൻ പൂട്ടിക്കും. അയാൾക്കെന്നെ നല്ല പേടിയാ. എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടെ? അതൊരു ബലൂൺ പൊട്ടിയതാ. ഇവിടെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ? മോശമായിട്ടൊന്നുമില്ലല്ലോ അല്ലേ അമ്മ? ഒരു മിനിമം ഭംഗിയെങ്കിലും. അതൊക്കെയുണ്ട്. ആ. പക്ഷെ ഞാൻ ഇതിനേക്കാളൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ദൈവത്തിന് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്. ഹ, അതാരാ വേണ്ടെന്ന് പറഞ്ഞ്? നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോയി മെഴുകുതിരിയും കത്തിക്കുന്നുണ്ട്. ദൈവങ്ങളെല്ലാരും കൂടി ഇവളെ അങ്ങ് ഏറ്റെടുത്ത് കൊണ്ടുപോയി നന്നാക്കിക്കോട്ടെ, അതിനെന്താ? അതെ, അമ്പലത്തിൽ പോണ്ടേ? ആ, പോവാം. അപ്പോഴേ ഞാൻ നിങ്ങൾ അമ്പലത്തിൽ വിടാം. എന്നിട്ട് പോയി മെഴുകുതിരിയും കത്തിച്ച് തിരിച്ച് കേക്കും എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കൂട്ടാം.